പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ എലിമിനേഷൻ ചേംബറിലെ മെൻസ് എലിമിനേഷൻ ചേംബറിൽ പങ്കെടുക്കുന്ന 6 റെസ്ലേഴ്സിനെ നിലവിൽ കൺഫേം ആയിട്ടുണ്ട്. ആ കൺഫേം ചെയ്തിട്ടുള്ള 6 റെസ്ലേഴ്സിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതലുള്ളത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്കഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ ഒരു വിജയി ഉണ്ടാകുമല്ലോ. ആ വിജയി ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ആളുകളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കുകയാണെങ്കിൽ 6 റെസ്ലേഴ്സിനെ കൺഫേം ചെയ്തിട്ടുള്ളതിൽ ഓരോ റെസ്ലേഴ്സിൻ്റെയും സാധ്യതയും അവരുടെ ഈ എലിമിനേഷൻ ചേംബറിലെ സ്റ്റോറിയെയും നമുക്ക് നോക്കാം. അതിൽ നമ്മൾ കുറച്ച് ഗ്രൂപ്പാക്കി തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് CM പങ്ക്, സെത്ത് റോളിൻസ് തുടങ്ങിയവരുടെ ചരിത്രം, അവരുടെ സ്റ്റോറി നിലവിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് റോയൽ റംബിളിൽ അടക്കം ഇരുവരുടെയും ഫൈറ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതിനുശേഷം നടന്ന റോ എപ്പിസോഡിലും ഇരുവരും തമ്മിലുള്ള ഉന്തും തള്ളും, പ്രൊമോസിൽ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഇതിൻ്റെ ഇടയിൽ റോമൻ റീൻസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം റെസ്ൽമേനിയ 41 വരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റോറി നിലവിൽ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെസ്ൽമേനിയ 41 ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം വരുന്നതിൻ്റെ ഭാഗമായിട്ട് CM പങ്കും സെത്ത് റോളിൻസും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റൊക്കെ നമുക്ക് ചേംബറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചേംബർ മത്സരത്തിൽ CM പങ്കിനോ സെത്ത് റോളിൻസിനോ വിജയ സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് നമ്മൾ പങ്കുവെക്കുന്ന സാധ്യത, ആ സാധ്യതാ ലിസ്റ്റിൽ പോലും CM പങ്കിനെയും സെത്ത് റോളിൻസിനെയും ചേംബറിൽ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് ഈ 6 റെസ്ലേഴ്സിൽ 2 റെസ്ലേഴ്സായ പങ്കിൻ്റെയും സെത്തിൻ്റെയും നിലവിലെ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മുടെ മറ്റൊരു പേര് നമ്മൾ നോക്കേണ്ടത് ഡ്രൂ മാക്കൻറ്റയർ, ഡാമിയൻ പ്രീസ്റ്റ് തുടങ്ങിയവരുടെ ഒരു സ്റ്റോറി അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതും റോയൽ റംബിളുമായി കണക്ട് ചെയ്തു പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഡ്രൂ മാക്കൻറ്റയറിനെ റോയൽ റംബിൾ മത്സരത്തിൽ പുറത്താക്കുന്നത് ഡാമിയൻ പ്രീസ്റ്റാണ്. അതിനുശേഷം പുറത്തേക്ക് വന്ന വാർത്തകൾ റെസ്ൽമേനിയ 41 ഡ്രൂ മാക്കൻറ്റയറും ഡാമിയൻ പ്രീസ്റ്റും തമ്മിലുള്ള സിംഗിൾസ് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ക്രിയേറ്റീവ് ടീം ആരംഭിച്ചു എന്നുള്ള ഒരു തലത്തിലുമായിരുന്നു. ഡ്രൂ മാക്കൻറ്റയറിനും ഡാമിയൻ പ്രീസ്റ്റിനും ഇടയിലുള്ള ആ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം. റോയൽ റംബിളിലൂടെ അവർ ആ ഒരു ഹിസ്റ്ററി പിന്നെയും അവർ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡാമിയൻ പ്രീസ്റ്റ് ഏറ്റവും അവസാനം സ്മാക്ഡൗണിൽ ആ ഒരു ക്വാളിഫൈ നേടി എത്തുമ്പോൾ ഡ്രൂ മാക്കൻറ്റയറും ഡാമിയൻ പ്രീസ്റ്റും തമ്മിലുള്ള ആ ഒരു മത്സരം തന്നെ റെസ്ൽമേനിയ 41 നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. അതായത് ഡാമിയൻ പ്രീസ്റ്റ് ഡ്രൂ മാക്കൻറ്റയറിനെ ചേംബർ മത്സരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഡ്രൂവും പ്രീസ്റ്റും ഇതിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ഇവരുടെ ഒരു സിംഗിൾസ് മത്സരം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ സ്റ്റിപ്പുലേഷനൊക്കെ ആഡ് ചെയ്തുകൊണ്ട് റെസ്ൽമേനിയ 41 കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് ഡ്രൂവിനെയും പ്രീസ്റ്റിനെയും ഈ ചേംബർ മത്സരത്തിലേക്ക് ഇട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മുടെ ലിസ്റ്റിലെ അവശേഷിക്കുന്ന 2 റെസ്ലേഴ്സ് ലോഗൻ പോളും ജോൺസനെയുമാണ്. ഇതിൽ ലോഗൻ പോളിനും ജോൺസണയ്ക്കും വിജയസാധ്യത ഒരേപോലെ കൊടുക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഒരു പടി മുകളിൽ നിൽക്കുന്നത് ജോൺ സീന ആണെന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമേഴ്സും ജോൺസിനക്ക് അനുകൂലമാണ്. നിലവിൽ ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റും റെസ്ൽമേനിയ 41 ജോൺ സിന കോഡി റോഡ്സിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ലോഗൻ പോളിനെ അവസാനം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ജോൺസിനെ വിജയിക്കുന്നതായിരിക്കും മെൻസ് എലിമിനേഷൻ ചേംബറിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിലവിൽ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് എല്ലാം ജോൺസിനക്ക് അനുകൂലമാണ്. പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല ജോൺസനെ വിജയിക്കുമെന്ന്. റോയൽ റംബിളിൽ നമ്മൾ അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജെ ഊസോ വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ മെൻസ് ചേംബർ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ളത് നമ്മൾ ചേംബർ കണ്ട് തന്നെ അറിയേണ്ട ഒരു പോയിൻ്റാണ്. ട്രിപ്പിൾ എച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത റെസ്ലേഴ്സിനെ വിജയിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ട്രിപ്പിൾ എച്ച് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ 2 റെസ്ലേഴ്സിൽ ജോൺസിനെ അവശേഷിച്ചാലും ജോൺസിനെ വിജയിക്കുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. മറ്റൊരു സ്റ്റോറി ഇല്ലാതെ നിൽക്കുന്നത് ലോഗൻ പോളാണ്. ലോഗൻ പോളിന് റെസ്ൽമേനിയ 41 ആര് ചലഞ്ച് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ലോഗൻ പോൾ വിജയിക്കുമെന്ന് പറയുന്നില്ലെങ്കിലും ചേംബർ കണ്ട് തന്നെ അറിയുക. എന്തായാലും നിലവിൽ നമ്മൾ പങ്കുവെക്കുന്ന ഒരു സാധ്യത ജോൺസണയ്ക്ക് ഒപ്പമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.